ഇടത് സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ പറഞ്ഞ് മോഡി വോട്ട് പിടിക്കുമോ? ഇല്ലെന്ന് ഉറപ്പാണ്. പക്ഷേ പത്തനംതിട്ട കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് കോന്നി താഴം ഡിവിഷനിൽ സ്ഥിതി വേറിട്ടതാണ്. കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് കോന്നി താഴം ഡിവിഷനിൽ നിന്നും ജനവിധി തേടുന്ന LDF സ്ഥാനാർത്ഥി നമ്മുടെ പ്രിയപ്പെട്ടവൻ. ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലെ ഇടതുപക്ഷക്കാർ മോഡിക്കാണ് വോട്ട് തേടുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും പേര് പറയുന്നത് മോഡിയുടെ വോട്ട് കൂട്ടുമെന്നാണ് ഇവരുടെ പക്ഷം. ജില്ലാ പഞ്ചായത്ത് മുൻ അംഗം ജിജോ മോഡിയാണ് ഇവിടെ ഇടതുപക്ഷക്കാരുടെ സ്ഥാനാർത്ഥി. മോഡിയിൽ എന്നാണ് വീട്ടുപേര്. അപ്പം എൻ്റെ പിതാവ് ചെറിയ തോതിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്നു, കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചിരുന്നു. അപ്പം അദ്ദേഹത്തെ ആണ് യഥാർത്ഥത്തിൽ ജോർജ് മോഡി എന്ന് ആദ്യമായി വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ഒഫീഷ്യൽ നെയിം ജോർജ് MD എന്നാണ്. അപ്പം അദ്ദേഹത്തെ ജോർജ് മോഡി എന്ന് സഹപ്രവർത്തകർ വിളിച്ചു. പിന്നീട് അദ്ദേഹത്തിന് അങ്ങനെ ഒരു പേര് അറിയപ്പെടാൻ തുടങ്ങിയതോടുകൂടി എന്നെ സ്കൂളിൽ ചേർത്തപ്പം ജിജോ മോഡി എന്ന് ഒഫീഷ്യലി എനിക്ക് പേരിടുകയായിരുന്നു. ആദ്യഘട്ടത്തിലപ്പം നരേന്ദ്രമോദി ശരിക്കും രാജ്യം മൊത്തം അറിയപ്പെടുന്ന ഒരു പൊളിറ്റീഷ്യൻ എന്ന നിലയിൽ വളർന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അധ്യാപകർക്ക് ഒരു റെയർ നെയിം എന്ന നിലയിലാണ് പിന്നെ ആദ്യഘട്ടത്തിലൊക്കെ അറിയപ്പെട്ടിരുന്നത്. പിന്നീട് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി വരുന്നത് അല്ലെങ്കിൽ രാജ്യത്താകെ അറിയപ്പെടുന്ന പൊളിറ്റീഷ്യനായി മാറുന്ന ഘട്ടത്തിലാണ് അദ്ദേഹത്തിനോട് സാമ്യമുള്ള പേര് എന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെടുന്നത്. മോഡി രാഷ്ട്രീയത്തിനപ്പുറം വോട്ട് പിടിക്കുമെന്നാണ് CPM വിലയിരുത്തൽ. BJPയിൽ പോലും മോഡിക്ക് തക്കതായ എതിരാളികളില്ലത്രേ. തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5 വർഷം ഒരു ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി നാടിനൊപ്പം ചേർന്ന് വന്ന് ആവതെല്ലാം ഒരു ജില്ലാ പഞ്ചായത്ത് അംഗത്തിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ആവുന്നതെല്ലാം ചെയ്തു. ആ ചരിതാർത്ഥ്യത്തോടു കൂടി അഭിമാനത്തോടു കൂടിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതുകൊണ്ട് വിജയത്തെ സംബന്ധിച്ചിടത്തോളം ആശങ്കകളില്ല, തികഞ്ഞ വിജയപ്രതീക്ഷ തന്നെയാണുള്ളത്. പേരിലെ മോഡി കണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ ആളായി കരുതിയവർ ഇതര സംസ്ഥാനങ്ങളിൽ വരെ ഉണ്ടെന്നാണ് സ്ഥാനാർത്ഥി പറയുന്നത്. മലയാലപ്പുഴ കിഴക്കുപുറം സ്വദേശി ജിജോ മോഡി മുൻ മാധ്യമപ്രവർത്തകനാണ്. R ദേവകുമാറാണ് ഇവിടെ UDF പ്രതിനിധി. NDA സ്ഥാനാർത്ഥി സന്തോഷ് കുമാർ VVയും. സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.